ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ഹോപ്പ് ആൾ ആർ ഡൂയിങ് വെൽ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ജാർഖണ്ഡ് എന്ന സ്റ്റേറ്റിലെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അവിടെ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന, കഴിക്കാൻ കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും വളരെ ഈസിയുമാണ് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ ഞാൻ വീഡിയോ മിസ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റൂ. കറക്റ്റ് മെഷർമെൻറ്റാണ് ഇതിന് വേണ്ടുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റും ആണ്. ഗൈസ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരി, 1/2 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്. ഈ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഡസ്റ്റും അഴുക്കും ഒക്കെ കളയാൻ വേണ്ടി ഒരു 2-3 പ്രാവശ്യം കഴുകി കളഞ്ഞതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം. ഉച്ചയ്ക്കാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ കുതിർക്കാൻ വച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം കുതിർക്കാൻ വച്ചിട്ട് രാവിലെ അരച്ച് വച്ചാൽ മതി. ഇത് 2ആയിട്ടാണ് ഞാനിതിൽ മിക്സിയിൽ ഇട്ട് അരയ്ക്കുന്നത്. ഒത്തിട്ടാൽ നല്ല രീതിയിൽ അരച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് പകുതി ഇട്ട് ഒരു 1.5 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും 2 പച്ചമുളകും, ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും, വലുതാണെങ്കിൽ ഒരു 8 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച്, എനിക്കിവിടെ ആയിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ പകുതി മാവ് കൂടിയിട്ട് ഇതുപോലെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ അരഞ്ഞ് കിട്ടും. കൂടുതൽ വെള്ളമായി പോയാൽ ഇത് ഉണ്ടാക്കാൻ നമുക്ക് പാടായിരിക്കും. ഇത് നമുക്ക് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല ഫ്ലഷി ആയിട്ട് നമുക്ക് മാവ് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇത് അടച്ച് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. നമുക്ക് ഇത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി നമുക്ക് പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് നമുക്ക് ഈ കടലക്കറി ഉണ്ടാക്കി എടുക്കാം. ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടല നേരത്തെ കഴുകി 3-4 വെള്ളം നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വച്ചായിരുന്നു. 2 വലിയ ഉള്ളി നല്ല നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതിന് ശേഷം 2 ഉരുളക്കിഴങ്ങ് കൂടി ഇതുപോലെ നമുക്ക് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വെന്ത ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും ഇടാം. അല്ല, പച്ചയായിട്ട് ഇടാനാണ് ആഗ്രഹമെങ്കിൽ പച്ചയായിട്ട് ഇടാം. ഈ കടല കറി വേണ്ട, നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും തക്കാളി കറിയും കൂടെ ചേർത്ത് വച്ചാലും ഇതിൻ്റെ കൂടെ വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അവർ ഈ ചെറിയ ഉള്ളി സാധാരണ അവർ ഉപയോഗിക്കത്തില്ല. ഞാൻ ഇതിൽ 1/2 കപ്പ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കൂടി ചേർക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും. പ്രഷർ കുക്കർ ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മസ്റ്റാർഡ് ഓയിൽ, കടുക്, ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം ബേ ലീഫ് ഇലയുണ്ടല്ലോ
അതുകൂടി ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റണം എന്ന് പറഞ്ഞാൽ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയാൽ മതി. വഴണ്ട് നല്ല ഫ്രൈ പോലെയൊന്നും ആകണ്ട. ഇതിൻ്റെ പച്ചമണം മാത്രം മാറി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും, 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം, ചതച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം കൂടി മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി ആവശ്യത്തിന് ഉപ്പ്, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തക്കാളി 3 കൂടി നല്ലതുപോലെ അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ച് ഇതിൻ്റെ പ്യൂരിയാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിയുടെ കൂടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 സ്പൂൺ ചോള മസാല കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോള മസാല ഇല്ലെങ്കിൽ ഇത് പെരിഞ്ജീരകം നല്ലതുപോലെ 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം നല്ലതുപോലെ ചതച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റും മണവും ആയിരിക്കും. എന്നിട്ട് ഈ കുതിർത്ത് വച്ച 1 കപ്പ് കറുത്ത കടലയാണ് ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. 2 ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുതിർത്ത വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല, കാരണം നല്ലതുപോലെ കഴുകി വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 2.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ അടച്ച് വിസിലിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നത് വരേക്കും വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ മാവ് എടുത്ത് നമുക്ക് മറ്റേ ദുസ്ക ഉണ്ടാക്കാനായിട്ട്, ഇതിൻ്റെ പേര് ദുസ്ക എന്നാണ് പറയുന്നത്. നമ്മൾ പൂരി പോലെ അല്ല, ഇത് നല്ല ടേസ്റ്റും അത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് കാണാനും അതിൻ്റെ അഹമൊക്കെ വല്ലാത്ത ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അത് നമുക്കുണ്ടാക്കി നോക്കിയാലേ അത് അറിയാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ഡിഷാണിത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലെ ഈ മാവ് എടുക്കാവുള്ളൂ. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ നമ്മുടെ അജുവായിൻ, 1 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, ഒരു ശകലം കായപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മാവിന് ഒരു പക്ഷേ വെള്ളം കൂടിപ്പോയാൽ നിങ്ങൾക്ക് കുറച്ച് അരിമാവ് കൂടി ചേർത്താൽ മാത്രം മതി. വിഷമിക്കുകയൊന്നും വേണ്ട വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ച്. ആദ്യമേ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മാത്രം മതി, വെള്ളം കൂടത്തില്ല. എന്നിട്ട് ഈ 4 വിസിൽ വന്നു കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് ഈ കടല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ ക്യാപ്ഷൻ എഴുതിയത് അതാ, നല്ലതുപോലെ കടലയും ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഈ ജീരകവും ലാസ്റ്റിൽ മിക്സ് ചെയ്യരുത്. ജീരകപ്പൊടി ചേർത്താൽ മാത്രമേ ഇതിൻ്റെ റിയൽ ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് അവസാനം മാത്രമേ ഈ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ചേർക്കാൻ പാടുള്ളൂ. വളരെ ടേസ്റ്റും വളരെ കളർഫുൾ, വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ നല്ലതുപോലെ ചൂടാകണം. ഞാൻ ഈ അയൺ കടായിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് ഈ ഫ്രൈ പാനിലോട്ട് മാറ്റിയത്. കാരണം ഈ പാനിൽ നമ്മൾ ഡയറക്റ്റ് ചൂടാകുമ്പോൾ പാനിൽ നിന്ന് നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് വയ്ക്കുമ്പോൾ പാനിൽ നിന്ന് ഒരുമാതിരി സ്മെല്ല് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ
അയൺ കടായിയിൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് മാറ്റി കൊടുത്തത്. അയൺ കടായിയിൽ ഒരു പ്രാവശ്യം ഒരെണ്ണം മാത്രമേ ഇടാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിലിൽ ഇതുപോലെ ഇട്ടെടുക്കാവുന്നതാണ്. നല്ല ചൂട് വേണം. ചൂടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വരത്തില്ല. എണ്ണ നല്ല ചൂട് വേണം. അത് എപ്പോഴും ഓർമ്മ വേണം. ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അകം നോക്കൂ, എന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും, വെളിയിൽ നിന്ന് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കടലക്കറിയും കൂടെ വളരെ ടേസ്റ്റാണ്. ഇത് മിസ് ചെയ്യരുത് ഗൈസ്. ഇതുണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് സംസാരത്തിൽ ഒത്തിരി വീക്കുണ്ട്. ഞാൻ അത് നോർത്ത് സൈഡിലായിരുന്നതുകൊണ്ട് ഹിന്ദി സംസാരിക്കുന്നതും വീട്ടിലും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിനും മലയാള ഭാഷ അത്ര നല്ലപോലെ അറിയാം.